நான் பாலக்காடு கேரளா ராமேஸ்வரம் போறேன். கும்பிட்டுட்டு வரேன். ചെറിയുള്ളി കേട്ടോ നമ്മുടെ അപ്ലോഡ് ആമാ അപ്ലോഡ് பண்ணுவேன் നെക്സ്റ്റ് വീക്ക് വരും ഹേ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡോട് സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്ന് രാമേശ്വരത്തേക്ക് പാമ്പമ്പാലം വഴി ഒരു ബൈക്ക് ട്രിപ്പാണ് പോകുന്നത്. ഇന്ന് എൻ്റെ പുള്ള് ഞാൻ മാത്രം കേട്ടോ, ഞാനും എൻ്റെ ബൈക്കും മാത്രമേ ഉള്ളൂ. നമ്മളൊരു സോളോ ട്രിപ്പ് അടിക്കാൻ പോകുന്നത്. കാരണം ഇതൊരു 4-5 ദിവസത്തെ പ്ലാനാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊന്നും ലീവില്ല എന്ന് പറഞ്ഞു അത്ര ദിവസം. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു സോളോ അടിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ ഇത്രയും ദൂരം എന്താ പറയണ്ടേ, ഇത്രയും ദിവസമൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു സോളോ അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്നാൽ കൂടെ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. നമ്മളൊരു 5 മണിക്കൊക്കെ യാത്ര തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പൊള്ളാച്ചി കഴിഞ്ഞ് ഏതോ ഒരു ഭാഗത്താണെന്ന് മാത്രം അറിയാം, കറക്റ്റ് എവിടെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടൻചത്രം വഴിയൊക്കെ ആയിരിക്കും, ചുറ്റിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കാം. എന്നാൽ കൂടെ ഞാനിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു സ്ഥലം കാണിച്ചാൽ കിടു സ്ഥലമാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ ഇവിടെ ആൾക്കാർ പ്രഭാത കർമ്മങ്ങൾക്കൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം അവിടെ ഇവിടെയൊക്കെ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത് കേട്ടോ. അവരൊക്കെ പോയിട്ടാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാനെന്തായാലും നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഗേജ് എന്തായാലും അവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കണം, ഭക്ഷണം കഴിക്കണം, അതൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത പ്ലാൻസ്. ഞാൻ മാക്സിമം എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതായത് എന്താ പറയുക, കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഗ്രാമങ്ങൾ കിട്ടിയാൽ മാത്രമേ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി വിടാം കേട്ടോ. ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി വിടാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം, നമ്മളെന്തായാലും കുറച്ച് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ കയ്യിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ പോണ്ടിച്ചേരി പോയ ട്രിപ്പിനായിട്ട് നമ്മൾ സൺസ്ക്രീനൊക്കെ എടുക്കാൻ മറന്നു. അതുകൊണ്ട് പോകുന്ന വഴിക്ക് മൊത്തം ടാൻ ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 2-3 ആഴ്ച ടാൻ അങ്ങനെ ഉണ്ടായിരുന്നു, ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്, കർണാടക ഭാഗത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എന്തായാലും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചുമ്മാ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ഒരു 800 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അതും നിങ്ങൾ അടിക്കുന്ന സമയത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അടിക്കാൻ നോക്കുക. കാരണം അറിയാലോ, നമ്മുടെ ഇവിടുത്തെ പെട്രോൾ വിലയും ഇവിടുത്തെയും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഏകദേശം 3-3.5 രൂപയാട്ടോ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അടിക്കുക, ചെറിയൊരു ഡിഫറൻസ് കിട്ടും. ഇനി കാറിലാണെങ്കിൽ ഷുവറായിട്ടും ഫുൾ ടാങ്ക് അടിച്ചോളുക. കാരണം ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ലാഭമാണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രക്ഷയില്ലാത്ത വഴിയിലൂടെയാണ് കേട്ടോ. 2 സൈഡും നമുക്ക് കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടോ? 2 സൈഡും കാറ്റാടിപ്പാടങ്ങളാണ്. അവിടെ സൂര്യൻ ചെറുതായി ഉദിച്ചു വരുന്നുണ്ട്, പക്ഷെ ഭയങ്കര കോടയാണ് കേട്ടോ. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കോടയാണ്, കണ്ടോ? ഇത് കണ്ടോ, ഇത് കടല കൃഷി ചെയ്യാൻ കേട്ടോ ആൾക്കാര്. കണ്ടോ, കടലയാണ് സംഭവം. അവരിങ്ങനെ അത് കിളക്കിയാണ്, കണ്ടോ? കിളച്ചിട്ടാണ് പുറത്തെടുക്കുക. ഒരു വ്യത്യസ്തമായ കാഴ്ചയാണല്ലേ. അതായത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ സാധാരണ കാണാറില്ല. തമിഴ്നാടൊക്കെയാണ് കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാറ്. കൊള്ളാം. പക്ഷെ റോഡ് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. അതായത് ചറപറയെന്നാണ് വണ്ടികൾ പോവുക, ഭയങ്കര ഫാസ്റ്റിലാണ് പോവുക. ഒന്ന് നോക്കിയിട്ടൊക്കെ പോവാ പതുക്കെ. നമ്മളിപ്പോ അവിടുന്ന് ഒരു 10 കിലോമീറ്ററിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. 10 കിലോമീറ്റർ വന്നിട്ട് മൊത്തം ഇതുപോലെ തന്നെയാണ് ഏരിയ. ഏകദേശം 40 കിലോമീറ്ററോ മറ്റെയാണ് ഈ ധാരാപുരത്തേക്കുള്ള റോഡ് ഇതുപോലെ പരന്ന് കിടക്കുന്നത് കേട്ടോ.
സ്ട്രെയിറ്റ് റോഡാണ്, ഇതുപോലെയാണ്. 2 സൈഡും നമുക്ക് കാറ്റാടിപ്പാടങ്ങൾ കാണാം. ഇത്ര നേരമായിട്ട് ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല കേട്ടോ. സെയിം രീതിയിലാണ് ഇങ്ങനെ പോണത്. അതുപോലെ ഈ കാറ്റാടികളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ ഇപ്പൊ കാറ്റാടികളൊന്നും തിരിയുന്നില്ല, കണ്ട. ഇതൊക്കെ അങ്ങനെ തിരിയാതെ നിൽക്കുന്നുണ്ട്. സത്യത്തില് നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കാറ്റാടി തനിയെ കാറ്റടിക്കുമ്പോൾ അങ്ങനെ തിരിയണമെന്നാണ്. സംഭവം അങ്ങനെയല്ല കേട്ടോ. അവര് ആദ്യം ചെറിയൊരു കറണ്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ചെറുതായി തിരിപ്പിച്ചു വിടും. അതിന് ശേഷം അത് ഓഫ് ചെയ്യുക ചെയ്യാം. അപ്പോ പിന്നെ വരുന്ന കാറ്റിലായിരിക്കും അത് പിന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊന്നും അവരിപ്പോ ഓണാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. രാവിലെ വന്നിട്ട് ചിലപ്പോൾ ഓണാക്കുമായിരിക്കും. അപ്പൊ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു വരും, അതിന് ശേഷം ഓഫാക്കും. അപ്പൊ ഇങ്ങനെ തിരിയോട്ടോ. ഇത് കണ്ടോ, ഉള്ളി അവര് കൃഷി ചെയ്തിട്ട് ഇവിടെയാണെന്ന് ഒന്ന് ചാക്കിലാക്കണത് കണ്ടോ. ചെറിയുള്ളി കേട്ടോ നമ്മുടെ. ചുമ്മാ ഒന്ന് കണ്ടപ്പോൾ നിർത്തി ഇങ്ങനെ തിരിച്ചു നോക്കിയതാട്ടോ. അയാള് ഭയങ്കര റോങ് ആയിട്ട് തന്നെ നോക്കണു, അതിന്റെ ഓണർ. ഇനി ക്യാമറ ഉള്ളത് അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു റൂട്ട് വരുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കരൂര് വഴിയൊക്കെ അങ്ങനെ കയറി പോവാം. അതായത് സേലം വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഭംഗിയുള്ള കാഴ്ചകളൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വന്നു കേട്ടോ. ഇങ്ങനെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രാമീണമായ കാഴ്ചകളൊക്കെ ഇഷ്ടം വരെ നമുക്ക് പകർത്താൻ പറ്റും. നമുക്ക് ഇവിടെ നല്ല കുംഭകോണം ഫിൽട്ടർ കാപ്പി എന്ന് പറഞ്ഞിട്ട് കാപ്പി കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ കാപ്പിയും ചായയും ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു കാപ്പി കുടിച്ചിട്ടോ. ഒന്ന് കണ്ടുപിടിക്കാം. അവിടെ നല്ല ഇഡ്ഡലി കിട്ടുമെന്ന് പറഞ്ഞു അടുത്തേതോ ഹോട്ടലിൽ. തണുപ്പ് കാരണം കോൾഡ് പിടിച്ചു കേട്ടോ. മൂക്കൊക്കെ അടഞ്ഞ മാതിരിയിട്ട്. ഇത് കണ്ടോ അടുത്ത കൃഷി, ഒരുതരം പൂവാണ് കേട്ടോ. ഇത് എന്ത് പൂവാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ മൊത്തം. എന്നാലും ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല കേട്ടോ. അവിടെ കുറെ പണിക്കാരൊക്കെ നിന്ന് ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പൂ പറിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കായിരുന്നു, പക്ഷെ ആരും ഇല്ലല്ലോ. പാട്ടി ഇതെന്താ പൂവ്? എന്താ പൂവ്? എന്നാ ഇതെന്നെ പൂവ്? എന്നെ പൂവ് അത്? இந்த பூ இல்லையா? இது என்னது தெரியுமா? அது தெரியும், நாங்கெல்லாம் வச்சிருக்கிற கிடக்கால அது கொஞ்சம் கூறு கட்டு போச்சு. ஓ, மலையில உரம்பு வந்து. அது என்னது? அது சாப்பிடுறதுக்கா? கண்ணு வலி. கண்ணு வலிக்கா? தின்ன செத்து போவாங்க. ஓ சரி சரி. அது எதுக்கு எதுக்கு இது பண்ற? சும்மா அது பூ மட்டும் தானா? அந்த பூ வைக்கிறதுக்கா? பூல இத்த நேட்டம் இத்த பற காய் ஊறு. அது பழுத்து இப்படி வெடிச்சுது. அதை இப்படி பொறுக்கி பொறிச்சு கீழே உழுந்து பொறுக்கிறது. கீழே பொறுக்கி நல்லா பொறிச்சு ஒன்று சேர்த்து வெயில் வந்தால் காய போட்டு அடிச்சு அள்ளி வைக்கிறது. அதெல்லாம் கராய்க்கியே விற்றுது. இப்போ 1000 கூட கேட்க மாட்டேங்கிறாங்க ஊரில். அந்த பூவோட பேர் என்ன? கண்ணுவலி. 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 ஓ, அது கண்ணுவலிக்கு இது பண்ணுறதா? அது இது. ஓ, நம்ம விற்கிறோம், நீங்கள் வாங்குறீங்க. உங்கள்கிட்ட கேட்டால் என்னென்ன அது என்னென்ன வேலையும் போடுறாங்கிறாங்க. நம்ம விற்கிறோம். எந்த ஊர் சாமி?
நான் பாலக்காடு கேரளா அச்சோ. ராமேஸ்வரம் போகிறேன். ராமேஸ்வரம் ஆ. போறீங்களா? ராமேஸ்வரம் போய் கும்பிட்டு ஆ கும்பிட்டுட்டு வரேன். ரயில் பஸ்ஸில் போறது, ம் ரயில்ல அப்படி பஸ்ஸில் ஆ இல்லை இல்லை சும்மா அப்படியே வண்டி ஓட்டிகிட்டே போகிறேன். 10 நாள் ஆகும். 10 நாளൊന്നും ആകാതെ இன்னைக்கு റീച്ച് എത്തിടും. இப்போ கேரளாவிலிருந்து வந்தாச்சு வெடிஞ்சு ம் எத்தனை மைல்? 50 மைல் 60 இருக்குமா? ஏ 60-70 மைல் வந்திருக்கீங்களா? ஆ வந்திருப்போம். அப்போ பொழுதாறுக்கால ஐப்பு மலை ஏறிடுவேன். ம் ஆமாம். சரி சொல்லுங்க என்ன பேர்? சின்ன சீக்கியா வளசு சின்னாதான். சின்னாத்தா. சரி சரி மகராசனம் நல்லா கிடைக்கும். சரி 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 பாட்டி. ഇവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ. ഇവിടെ വല്ലതും കിട്ടുമായിരിക്കും, നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ചു നേരം ഇവിടെ നിർത്തിയിട്ടു കേട്ടോ വണ്ടി, കാരണം നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഒന്ന് സൺസ്ക്രീൻ ഒന്നും കൂടെ തേക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ തൊട്ട് ബാക്കിലായിട്ടേ ഫുള്ള് ചോളങ്ങളാണ്, ചോളത്തിന്റെ പാടങ്ങളാട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ചോളമാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചോളം ഉണ്ടോ. അല്ലാതെ വേറൊരു ടൈപ്പ് ചോളം ഉണ്ട് ഇവിടെ, പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടില്ലേ, ആ ഒരു സെയിം ടൈപ്പാണ്. കണ്ടോ, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് കണ്ടോ, ഇടയിലിടയിൽ ഉണങ്ങിയിട്ടൊക്കെ എങ്ങനെ നിൽക്കുന്നു. ഇതാണ് നമ്മൾ ഇത്ര നേരം വന്നതിൽ ആദ്യത്തെ ടോൾ ബൂത്ത് കേട്ടോ. ഇത്ര നേരം നമ്മൾ ടോൾ ബൂത്ത് ഒന്നും കണ്ടിരുന്നില്ല. ഇവിടെയാണ് ഒരു ടോൾ ബൂത്ത് ഉള്ളത്. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മധുരയ്ക്ക് കയറുന്നതിന് മുമ്പാണ് കേട്ടോ. നമ്മൾ ഏകദേശം മധുരയ്ക്ക് എത്താറായി. മധുരയിൽ നിന്നൊരു 10-30 കിലോമീറ്റർ ദൂരെയാണെന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ടോൾ ബൂത്ത് കണ്ടത്. പിന്നെ നമ്മൾ ബൈക്കിലായതുകൊണ്ട് ടോളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നൈസായിട്ട് അങ്ങോട്ട് കയറി പോവാം. അവിടെ ആയിട്ടേ ദൂരെയായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു വിൻഡ് മില്ലിന്റെ ലീഫ്, അത് വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായി കാണിച്ചു തരാം, എത്ര നേരം ഉണ്ടെന്ന് നോക്കിയോ. നല്ല വലിപ്പമുള്ള ലീഫാണ്. നമ്മൾ ദൂരെ നിന്ന് കാണുന്ന സമയത്ത് ചെറിയ ലീഫാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല, നല്ല നീളമുണ്ട്. ഞാൻ കാണിച്ചു തരാം അപ്പോൾ. ഒരു അടിപൊളി അമ്പലം കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ടേ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അമ്പലം ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഉള്ളിലോട്ട് കയറാൻ പാടില്ല എന്നൊന്നും വലിയ പിടുത്തമില്ല. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മാറി നിൽക്കാം. ഇത് കണ്ടോ, പാമ്പിൻ്റെ പുറ്റാണ് കേട്ടോ. ഇത് പാമ്പും പുറ്റാണ്. ഇത് നോക്കൂ എന്തല്ലേ. നമ്മൾ ഈ ഓറോവിലേക്ക് പോയ സമയത്തെ ഇതുപോലെ ഒരു ആൽമരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ തടിയിൽ ഇതൊക്കെ വേരിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒറ്റ മരമാണ് കേട്ടോ. അതിൻ്റെ ഒരു വേരുകളാണ് ഈ കാണുന്നത് എല്ലാം. വെറൈറ്റിയാണ്. എന്തായാലും എനിക്കിത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉള്ളിലൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം
അപ്പോൾ എന്തായാലും നമുക്കിനി വീണ്ടും യാത്ര തുടങ്ങാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 80 to 100 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ രാമേശ്വരത്തേക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് രാമനാഥപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് രാമേശ്വരം വരുന്നത്. അപ്പോൾ രാമനാഥപുരത്തേക്ക് ഏകദേശം 70 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ടാവും തോന്നുന്നു. ഏതായാലും രാമേശ്വരത്തേക്ക് നമുക്കൊരു മാക്സിമം 100 കിലോമീറ്റർ 110 കിലോമീറ്റർ കേട്ടോ, അത്രേ ഉണ്ടാവുള്ളൂ. ஓகே அப்லோடு ஆமாம் அப்லோட் பண்ணுவேன் நெக்ஸ்ட் வீக் வரும் நெக்ஸ்ட் வீக் வரும். நீ போய் பாரு, சஞ்சாரி டூடுன்னு பாரு. பேப்பர் பேனொന്നും ഇല്ല, ലോഗോ എന്നോട് ഫേസ് ഏതാണ്ടോ സഞ്ചാരി ടൂടുന്ന് ഇരിക്കും. നീ പാര്, ഫേസാ നമ്മള് വഴി ചോദിക്കാൻ നിർത്തിയാട്ടോ. അപ്പൊ കണ്ട ഫ്രണ്ട്സാണ്, പിള്ളേരെല്ലാം ഉഷാറാണ് കേട്ടോ. നമ്മുടെ ചാനലിനെ കുറിച്ചെല്ലാം ചോദിച്ചിട്ടുണ്ട്, പേരെല്ലാം ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ തുടങ്ങുന്നതാണ് നമ്മുടെ പാമ്പം പാലം കേട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കാണ്. കണ്ട, ഇവിടുന്ന് തുടങ്ങുന്നത്. ഈ കാണുന്ന റെയിൽവേ ട്രാക്കിലൂടെയാണ് നമ്മുടെ ട്രെയിന് പോവാട്ടോ. നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ഡേഞ്ചറസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു റെയിൽവേ പാതയാണ് കേട്ടോ ഇത്. നമുക്ക് എന്തായാലും ഇവിടെ നിർത്തിയിട്ടേ ഒന്ന് പാമ്പം പാലം കണ്ടു നോക്കാം. ഒരു രക്ഷയില്ലാട്ടോ, എന്റെ അമ്മേ, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. നമ്മുടെ ബാഗ് കണ്ടില്ലേ, ചെരിഞ്ഞ് ഇങ്ങോട്ട് വീണു. ഇത് ശരിയാക്കൽ തന്നെയായിരുന്നു കേട്ടോ. വരുന്ന വഴി മൊത്തം എനിക്ക് പണി. കാരണം തനി എങ്ങനെ ചെരിഞ്ഞിട്ട് കുണ്ടൊക്കെ ചാടുന്ന സമയത്ത് തനി എങ്ങനെ ആവുന്നുണ്ട്. ഏതായാലും നമുക്ക് കുറച്ചേരം കൂടെ ഇവിടെ ആസ്വദിച്ചിട്ട് പതുക്കെ പോവാം.